കത്തോലിക്കാ സഭയിൽ അനേകം വിശ്വാസികൾ പാലിക്കുന്ന ദണ്ഡവിമോചനങ്ങളെക്കുറിച്ചാണ് അല്പസമയം നാം വിചിന്തനം ചെയ്യുന്നത്. എന്താണ് ദണ്ഡവിമോചനങ്ങൾ? ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ദണ്ഡവിമോചനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ആദ്യം തന്നെ പാപത്തിൻ്റെ 2 തരം ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കണം. മാരക പാപം വഴിയായി ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് എത്തിച്ചേരുന്ന അവസ്ഥയാണ് നരകം അഥവാ നിത്യശിക്ഷ. ഏതൊരു പാപം ചെയ്യുമ്പോഴും നമ്മുടെ ആത്മാവിൽ ഉണ്ടാകുന്ന സൃഷ്ടവസ്തുക്കളോടുള്ള താല്പര്യവും സ്നേഹവും അതുവഴിയായി വീണ്ടും ആ പാപം ചെയ്യാനുള്ള പ്രേരണയും ഉണ്ടാക്കുന്ന അവസ്ഥയാണ് കാലിക ശിക്ഷ. മാരക പാപം വഴിയായി ഉണ്ടാകുന്ന നിത്യശിക്ഷയും മറ്റു പാപങ്ങൾ വഴിയായി ഉണ്ടാകുന്ന കാലിക ശിക്ഷയും. കാലിക ശിക്ഷയിൽ നിന്ന് ഒരു വിശ്വാസി മോചനം നേടുന്നത് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ വിശ്വാസി അനുഷ്ഠിക്കുന്ന വിവിധ പ്രായശ്ചിത്ത കൃത്യങ്ങളും, ഇനി അത് പൂർണ്ണമായും സാധ്യമായില്ലെങ്കിൽ അപൂർണതയോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചും നടക്കുന്ന വിശുദ്ധീകരണത്തിലൂടെയുമാണ്. കാലിക ശിക്ഷയിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള പല മാർഗങ്ങളിൽ ഒന്നാണ് ദണ്ഡവിമോചനം. ഇത് പാപത്തിനുള്ള ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്, പാപത്തിൽ നിന്നുള്ള മോചനമല്ല. പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നത് കുമ്പസാരം അഥവാ അനുരഞ്ജന കൂദാശ എന്ന കൂദാശയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ദണ്ഡവിമോചനം അനുരഞ്ജന കൂദാശയ്ക്ക് പകരമുള്ള ഒന്നല്ല, പാപം വഴിയായി ഉണ്ടായ കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനം നേടുന്നതിനുള്ള ഒരു മാർഗമാണ്. മാരകപാപം വഴിയായി ഉണ്ടാകുന്ന നിത്യശിക്ഷയും മറ്റു പാപങ്ങൾ വഴിയായി ഉണ്ടാകുന്ന കാലിക ശിക്ഷയും ദൈവത്തിൻ്റെ പ്രതികാരമായോ ദൈവം ചുമത്തുന്ന ശിക്ഷയായോ മനസ്സിലാക്കുന്നത് ശരിയല്ല. ഈ 2 ശിക്ഷകളും പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വരുന്നവയാണ്. പാപത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ശിക്ഷ ഉൾക്കൊള്ളുന്നതാണ്. ഈ 2 ശിക്ഷകളിൽ നിന്നും മോചനം നേടുന്നതിനുള്ള മാർഗങ്ങൾ തിരുസഭാ മാതാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉത്തമമായ അനുതാപത്തിലൂടെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ 2 ശിക്ഷകളിൽ നിന്നും മോചനം നേടുന്നതിന് നമുക്ക് സാധിക്കും. ദണ്ഡവിമോചനങ്ങൾ കാലിക ശിക്ഷയിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള പല മാർഗങ്ങളിൽ ഒന്നു മാത്രമാണ്. എന്താണ് ദണ്ഡവിമോചനങ്ങളുടെ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനം? തിരുസഭയിൽ ആത്മീയ നന്മകളുടെ ഒരു വലിയ നിക്ഷേപമുണ്ട്. നമ്മുടെ പല പ്രാർത്ഥനകളിലും ഈ ഒരു ആശയം നിഴലിക്കുന്നുണ്ട്. സർവ നന്മകളും മുടിചൂടി നിൽക്കുന്ന സഭ, സകല നന്മകളുടെയും ഭണ്ഡാകാരമായ സഭ എന്നെല്ലാം സഭയുടെ പ്രാർത്ഥനകളിൽ തിരുസഭയെ നാം വിശേഷിപ്പിക്കാറുണ്ട്. തിരുസഭയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ഭൗതികമായ സമ്പത്തല്ല, ഈ ആത്മീയമായ സമ്പത്താണ്. എങ്ങനെയാണ് ഈ ആത്മീയമായ സമ്പത്ത് തിരുസഭയ്ക്കുണ്ടായത്? ദൈവപുത്രനായ ക്രിസ്തു നേടിത്തന്ന ആത്മീയ സമ്പത്തുണ്ട്. പരിശുദ്ധ കന്യകാമറിയം ഉൾപ്പെടെ തിരുസഭയിൽ ജീവിച്ച അനേകം വിശുദ്ധരുടെ ആത്മീയ സുഹൃതങ്ങളുടെ നിക്ഷേപമുണ്ട്. കൂടാതെ ഇന്നും സഭയിൽ ജീവിക്കുന്ന വിശുദ്ധരായ വ്യക്തികളുടെ ആത്മീയമായ നന്മകളുടെ വലിയ നിക്ഷേപം സഭയ്ക്കുണ്ട്. അപ്പോൾ ആത്മീയ നന്മകളുടെ ഒരു വലിയ നിക്ഷേപം സഭയ്ക്കുള്ളതുകൊണ്ട് തക്ക മനോഭാവത്തോടെ, ഒരുക്കത്തോടെ തിരുസഭ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്
സഭയെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് തിരുസഭയുടെ ആത്മീയ നന്മകളിൽ നിന്ന് വിതരണം ചെയ്യാൻ തിരുസഭയ്ക്ക് സാധിക്കും. തക്ക മനോഭാവങ്ങൾ എന്താണെന്നും വേണ്ട നടപടിക്രമങ്ങൾ എന്താണെന്നും വിശ്വാസി സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്താണെന്നുമൊക്കെ തിരുസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. 4 അടിസ്ഥാന കാര്യങ്ങളാണ് ദണ്ഡവിമോചനങ്ങൾ നേടുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമതായി, കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം നേടണം. രണ്ടാമതായി, പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ദൈവവുമായി ഐക്യത്തിലായിരിക്കണം. മൂന്നാമതായി, സഭ നിർദ്ദേശിക്കുന്ന ഭക്തകൃത്യമോ അനുഷ്ഠാനമോ പ്രാർത്ഥനയോ ചെയ്യണം. നാലാമതായി, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കണം. ഈ 4 മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്കാണ് തിരുസഭ പ്രഖ്യാപിച്ചിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാനായി സാധിക്കുന്നത്. ദണ്ഡവിമോചനങ്ങൾ എന്നു മുതലാണ് സഭയിൽ ആരംഭിച്ചത്? എന്താണ് ദണ്ഡവിമോചനങ്ങളുടെ ചരിത്രം? കുംഭസാരം എന്ന കൂദാശയുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. രോഗികളായി കഴിയുന്ന ചില വ്യക്തികളുടെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കാൻ ആ രോഗികൾക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ മറ്റു വിശ്വാസികൾക്ക് അവർക്ക് വേണ്ടി പകരം പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ കുമ്പസാരിപ്പിക്കുന്ന വൈദികന് അധികാരമുണ്ടായിരുന്നു. കൂടാതെ ചില പ്രായശ്ചിത്തങ്ങൾ കുമ്പസാരത്തിൽ വൈദികൻ കൽപ്പിക്കുന്നത് നിറവേറ്റാൻ സാധിക്കാതെ വരുമ്പോൾ, അടുത്ത കുമ്പസാരത്തിൽ അത് ഏറ്റുപറയുമ്പോൾ അതിൽ നിന്ന് ഇളവ് നൽകി പകരം വിശ്വാസിക്ക് സാധിക്കുന്ന മറ്റ് ഭക്തകൃത്യങ്ങളോ പ്രാർത്ഥനകളോ ചൊല്ലുന്നതിനും അനുഷ്ഠിക്കുന്നതിനും അനുവാദം നൽകാൻ കുമ്പസാരക്കാരനെ, കുമ്പസാരിപ്പിക്കുന്ന വൈദികന് അധികാരമുണ്ടായിരുന്നു. ഇപ്രകാരം ചെറിയ ഇളവുകൾ ചെയ്യുന്നതിന്, പ്രായശ്ചിത്തം മറ്റുള്ളവർക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നതിന് ചുമതലപ്പെടുത്താൻ കുമ്പസാരക്കാരനായ വൈദികന് അധികാരമുണ്ടായിരുന്നു. പിന്നീട് 10-ാം നൂറ്റാണ്ടിൽ മാർപ്പാപ്പന്മാർ ചില പ്രത്യേക ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, കാലിക ശിക്ഷയിൽ നിന്ന് ഇളവ് പ്രഖ്യാപിക്കാൻ തുടങ്ങി. കുരിശുയുദ്ധകാലത്ത് മാർപ്പാപ്പന്മാർ കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക്, കുരിശുയുദ്ധങ്ങൾ നടന്നത് നമുക്കറിയാം, സഭയുടെ വിശുദ്ധ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടന്ന യുദ്ധങ്ങളാണ്. അതിൽ സംബന്ധിക്കുന്നവർക്ക് ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. പിന്നീട് ചില പ്രസിദ്ധങ്ങളായ പള്ളികൾ പണിയുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നവർക്ക് ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ഇങ്ങനെ സഭയുടെ ചരിത്രത്തിൽ വിവിധ രീതികളിൽ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. അതേസമയം സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവയെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ സഭയിൽ ചില അസ്വസ്ഥതകൾക്കും അത് കാരണമായി. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം തുടങ്ങുന്നതിനുള്ള പല കാരണങ്ങളിൽ ഒന്നായി സഭാചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ദണ്ഡവിമോചനങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ്. ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കുന്നതിന് അടിസ്ഥാനപരമായ ആത്മീയമായ യോഗ്യതകളേക്കാൾ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്ന ചില വൈദികരും വ്യക്തികളും സാമ്പത്തിക കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയപ്പോൾ സംഭവിച്ച ഒരു അപകടമായിരുന്നു ഇത്. അപ്രകാരം സഭയിൽ അസ്വസ്ഥതകളുണ്ടായപ്പോൾ, ദണ്ഡവിമോചനങ്ങളുടെ പേരിൽ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ സഭ അത് പിന്നീട് തിരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദണ്ഡവിമോചനങ്ങളെ അപ്പാടെ നിരാകരിക്കുകയോ നിർത്തലാക്കുകയോ അല്ല സഭ ചെയ്തത്, മറിച്ച് ആവശ്യമായ തിരുത്തലുകൾ നടത്താൻ സഭ തയ്യാറായി.
പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ അത് ഉയർത്തിയ വെല്ലുവിളികൾ നേരിടുന്നതിന് വേണ്ടി വിളിച്ചുകൂട്ടിയ സൂനഹദോസ് ആയിരുന്നു ട്രെൻഡ് സൂനഹദോസ്, തെന്ത്രോസ് സൂനഹദോസ്. ഈ സൂനഹദോസിൽ വെച്ച് ദണ്ഡവിമോചനങ്ങളുടെ പേരിൽ സഭയിൽ ഉണ്ടായിരുന്ന ചില തെറ്റായ രീതികളെ നിർത്തലാക്കുകയും കൃത്യമായ മാനദണ്ഡങ്ങൾ സഭ നൽകുകയും ചെയ്തു. ട്രെൻഡ് കൗൺസിൽ ദണ്ഡവിമോചനങ്ങൾ നിർത്തലാക്കുകയല്ല ചെയ്തത്, ദണ്ഡവിമോചനങ്ങളുടെ പേരിൽ സഭയിലുണ്ടായിരുന്ന ചില ക്രമക്കേടുകളെ തിരുത്തുകയാണ് ചെയ്തത്. അതേസമയം ദണ്ഡവിമോചനങ്ങൾ ആത്മീയമായ അടിസ്ഥാനത്തിൽ തക്ക മനോഭാവത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിന് ഉപകാരപ്രദമാണെന്ന് കൗൺസിൽ പഠിപ്പിച്ചു. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവക്കാർ ദണ്ഡവിമോചനങ്ങൾ തെറ്റാണെന്നും അവ നിർത്തലാക്കണമെന്നും അവ പ്രഖ്യാപിക്കാൻ സഭയ്ക്ക് അധികാരമില്ലെന്നും പഠിപ്പിച്ചപ്പോൾ അവരുടെ പഠനങ്ങളെ ട്രെൻഡ് കൗൺസിൽ നിരാകരിക്കുകയും സഭയ്ക്ക് ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടെന്നും അവ വിശ്വാസികൾക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് ഉപകാരപ്രദമാണെന്നും പഠിപ്പിച്ചു. അന്നു മുതൽ കത്തോലിക്ക സഭയിൽ ആത്മീയമായ കാഴ്ചപ്പാടോടെയും തക്ക മനോഭാവത്തോടെയും വിശ്വാസികൾ ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ മാർപ്പാപ്പമാർ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കാറുമുണ്ട്. 1967 ഇൻഡുൾജൻസിയാരും ഡോക്ട്രീന എന്ന രേഖ വഴിയും 1968 മാനുവൽ ഓഫ് ഇൻ്റലിജൻസസ് എന്ന രേഖ വഴിയും സഭയിൽ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും അവ അനുഷ്ഠിക്കുന്നതിൽ വരുത്തേണ്ട നിലപാടുകളെക്കുറിച്ചും കത്തോലിക്ക സഭ കൃത്യമായി പഠിപ്പിച്ചു. ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് സാധാരണ വിശ്വാസികൾക്കുള്ള ചില സംശയങ്ങളും അവയ്ക്കുള്ള മറുപടികളുമാണ് ഇനി അല്പസമയം നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ചില വിശ്വാസികൾ ചോദിക്കാറുണ്ട്, മരിച്ചുപോയവർക്ക് വേണ്ടി ദണ്ഡവിമോചനങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുമോ? കത്തോലിക്ക സഭ ഇക്കാര്യത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, മരിച്ചവർക്ക് വേണ്ടിയും ദണ്ഡവിമോചനങ്ങൾ നേടാൻ സാധിക്കും. കാരണം ദണ്ഡവിമോചനങ്ങൾ നമ്മുടെ യോഗ്യതകൾ കൊണ്ട് നാം നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല. മിശിഹായുടെ യോഗ്യതകളിൽ നിന്ന്, തിരുസഭയുടെ ആത്മീയ സമ്പത്തിൽ നിന്ന് നാം തക്ക മനോഭാവത്തോടെ, ഒരുക്കത്തോടെ സഭ നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമതായി, ചില വിശ്വാസികളെങ്കിലും ദണ്ഡവിമോചനങ്ങളെ കുമ്പസാരത്തിനുള്ള പകരമായ സംവിധാനമായി ചിന്തിക്കുന്നവരുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ദണ്ഡവിമോചനങ്ങൾ പാപങ്ങളുടെ മോചനമല്ല നൽകുന്നത്. പാപങ്ങളുടെ മോചനത്തിന് കുമ്പസാരം എന്ന കൂദാശയെ നാം ആശ്രയിക്കണം. അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കണം. ദണ്ഡവിമോചനങ്ങൾ വഴിയായി നമുക്ക് ലഭിക്കുന്നത് പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്നുള്ള വിമോചനമാണ്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. മൂന്നാമതായി, ഇതര സഭാംഗങ്ങൾ പ്രത്യേകിച്ചും ദണ്ഡവിമോചനങ്ങളെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് അവ കൂദാശകളുടെ പ്രാധാന്യം കുറച്ചു കളയുന്നു എന്ന് പറയാറുണ്ട്. ആ ഒരു വാദം ശരിയല്ല. കാരണം കത്തോലിക്ക സഭ ഒരു കാലത്തും ദണ്ഡവിമോചനങ്ങളെ കൂദാശകൾക്ക് പകരമുള്ള സംവിധാനമായി അവതരിപ്പിച്ചിട്ടില്ല, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുമില്ല. പാപങ്ങളുടെ ശിക്ഷയിൽ നിന്നുള്ള മോചനം മാത്രമാണ് ദണ്ഡവിമോചനങ്ങൾ വഴിയായി ഒരു വിശ്വാസി നേടിയെടുക്കുന്നത്. ദണ്ഡവിമോചനങ്ങൾ ഒരിക്കലും കൂദാശകളുടെ പ്രാധാന്യം ഇല്ലാതാക്കുന്നില്ല.
പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന ചില ഭക്താനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഏവയാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1. ഭക്തിപൂർവം അരമണിക്കൂറിൽ കുറയാത്ത സമയം വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത്. 2. ദിവ്യകാരുണ്യനാഥനെ പരിശുദ്ധ കുർബാനയിൽ അരമണിക്കൂറിൽ കുറയാത്ത സമയം ആരാധിക്കുന്നത്. 3. കുരിശിൻ്റെ വഴി എന്ന ഭക്തകൃത്യം അനുഷ്ഠിക്കുന്നത്. 4. ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നത്. 5. സഭയുടെ കാനോന നമസ്കാരങ്ങൾ ചൊല്ലുന്നത്. 6. 3 ദിവസങ്ങളിൽ കുറയാത്ത ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നത്. സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില ദണ്ഡവിമോചനങ്ങളുടെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവ. ഓരോ അവസരത്തിലും തിരുസഭ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കാറുണ്ടെന്ന് നമുക്കറിയാം. കരുണയുടെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ദണ്ഡവിമോചനങ്ങൾ കൂടി പ്രഖ്യാപിച്ചത് നമ്മുടെ ശ്രദ്ധയിലുണ്ടല്ലോ. ദണ്ഡവിമോചനങ്ങൾ ആത്മീയമായ ജീവിതത്തിൽ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളവയാണ്. സഭ ഒരു കാലത്തും കത്തോലിക്കാ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദണ്ഡവിമോചനമാണെന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏക മാർഗമായോ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായോ ദണ്ഡവിമോചനങ്ങളെ കരുതേണ്ട കാര്യവുമില്ല. അതേസമയം ദണ്ഡവിമോചനങ്ങൾ ആവശ്യമില്ലെന്നോ അവ അടിസ്ഥാനരഹിതങ്ങളാണെന്നോ അവ പ്രഖ്യാപിക്കുന്നത് തെറ്റാണെന്നോ പഠിപ്പിക്കുന്നത് കത്തോലിക്ക വിശ്വാസത്തിന് ചേർന്നു പോകുന്നതുമല്ല. അതുകൊണ്ട് ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് പക്വമായ ഒരു സമീപനമാണ് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ആ സമീപനം എന്തായിരിക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. തിരുസഭയുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഫലദായകമായി തീരുന്ന വിധത്തിൽ ദണ്ഡവിമോചനങ്ങൾ തക്ക ഒരുക്കത്തോടെയും മനോഭാവത്തോടെയും സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.